بك يا شهر رمضان، هلا بك دوم نستنى يا شهر الخير والإحسان، وطول العام ما ننسى. معك تزداد أفراحي، معك تتنور دروبي، معك تزداد أفراحي، معك تتنور دروبي. هلا بك يا شهر رمضان، هلا بك يا شهر رمضان. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പരിശുദ്ധ റമദാനിലെ സന്ദേശവുമായി പന്നിത്തടം മഹല്ലെ ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി അവതരിപ്പിക്കുന്ന റംലാൻ നിലാവിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. റംലാൻ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനു വേണ്ടി നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മളുടെ എല്ലാം സ്നേഹഭാജനമായ ഹാഫിൽ അഹമ്മദ് നസീം ബാക്കവിയെ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين، اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون.
وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ റഹ്മത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടിയ വിഷയം, നമ്മുടെ ഹൃദയം നാം ശുദ്ധിയാക്കി വെക്കണം. ശാരീരികവും മാനസികവുമായ ശുദ്ധത കൈവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു വഴിയാണ് നോമ്പെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടിയ പ്രത്യേകമായ വിഷയം നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധതയാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധത കൈവരിക്കാൻ മഹാന്മാർ നമ്മോട് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കിയയിൽ നമ്മോട് പഠിപ്പിച്ചു, ഫദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ വത്തദർഉ ബിസ്സഹർ വമുജാലസാത്തുസ് സാലിഹീനൽ ഫുദ്ദല. 5 കാര്യങ്ങളിൽ നിന്ന് ആദ്യമായി ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടി അവിടുന്ന് നമ്മോട് പഠിപ്പിച്ചത് ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഖുർആൻ നാമൊക്കെയും പാരായണം ചെയ്യുന്നു, പക്ഷേ അർത്ഥതലങ്ങളിലേക്ക് നാം കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവൻ്റെ കലാമു കൊണ്ട്, അവൻ്റെ ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നാം മനസ്സിലാക്കണം, നാം അറിയണം. അങ്ങനെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പേടിക്കുകയും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും നാം ചെയ്യണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കലാമിൻ്റെ ഉള്ളും പുറവും മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കുന്നത് മൂലം ഹൃദയത്തിന് ശുദ്ധത കൈവരുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതാനും അതനുസരിച്ച് ജീവിതം പുഷ്ടിപ്പെടുത്താനും നാം പരിശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته. റമളാനിലെ എല്ലാ ദിവസവും നാം ചെയ്യേണ്ടതായ ഒരു ദുആയാണ്, اللهم امدد لنا في أعمارنا ووسع لنا أرزاقنا وبلغنا آمالنا وصحح لنا أجسامنا فإنك تمحو ما تشاء وتثبت وعندك أم الكتاب برحمتك يا أرحم الراحمين. റമളാനിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നാം ചൊല്ലേണ്ടിയതായ ദിക്ർ, اللهم قربني إلى مرضاتك وجنبني من سخطك ونقماتك ووفقني لقراءة آياتك برحمتك يا أرحم الراحمين. അല്ലാഹുവേ, നിന്റെ മഹത്തായ കാരുണ്യത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, നിന്റെ പ്രീതിയിലേക്ക് എന്നെ അടുപ്പിക്കണമേ. നിന്റെ കോപവും ശിക്ഷയും എന്നെ തൊട്ട് വിദൂരത്താക്കുകയും ചെയ്യണമേ തമ്പുരാനെ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക്
കനിഞ്ഞരുളണമേ തമ്പുരാനെ. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാം വളരെ പഠനാർഹമായി എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നാളെ കൂടുതൽ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. മാസലാമ. هلا بك يا شهر رمضان هلا بك دوم نستنى يا شهر الخير والإحسان وطول العام ما ننسى معك تزداد أفراحي معك تتنور دروبي معك تزداد أفراحي معك تتنور